Hi everyone, this is Rinsi from Groww Malayalam channel. നമ്മൾ മിക്കപ്പോഴും അതായത് ഇപ്പോൾ കമ്പനികൾ ഇപ്പം ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, അതുപോലെ ബോണസ് ഷെയർ ഇഷ്യൂ അനൗൺസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളോട് നമ്മളത് പറയാറുണ്ട്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ കോർപ്പറേറ്റ് ആക്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാവും അല്ലേ? കാരണം ഇതൊക്കെ നമ്മുടെ ഷെയർ പ്രൈസിനെ അഫക്ട് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തന്നെയാണ്. സോ ഇന്ന് നമ്മൾ രണ്ട് കമ്പനികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഡിവിഡൻഡ് കുറച്ച് നാൾ മുമ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് അത് അടുത്ത് തന്നെയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ഡിവിഡൻഡ് എന്നുള്ളത് ഞാനൊന്ന് പറയാം. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏർണിംഗ്സിന്റെ ഒരു പാർട്ടാണ്. അപ്പോൾ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് റിവാർഡ് പോലെ കൊടുക്കുന്നതാണ് ഇത്. അതായത് കമ്പനിയുടെ ഗ്രോത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവർക്ക് കൊടുക്കുന്ന റിവാർഡിനാണ് നമ്മൾ ഡിവിഡൻഡ് നമ്മൾ പറയുന്നത്. അപ്പം ഡിവിഡൻഡ് കൊടുക്കുന്നതൊക്കെ കമ്പനിയുടെ മാനേജ്മെന്റ് ഡിസിഷൻ ആണ്. അതിപ്പം ഓരോ കമ്പനിയുടെ പെർഫോമൻസ് അതുപോലെ ഫ്യൂച്ചർ ഗ്രോത്തിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അത് വരുന്നത്. ചില കമ്പനികൾക്ക് ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് കൊടുക്കും, ചിലവർ ഇപ്പോൾ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി പെർഫോമൻസിന്റെ ബേസിലാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി എത്ര ഡിവിഡൻഡ് ആണ് പേ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെട്രിക് ഉണ്ട്. അതേതാണെന്നറിയോ? ഡിവിഡൻഡ് yield. നമ്മൾ ഡിവിഡൻഡ് yield കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് yield നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് 10 രൂപയാണ്, അതുപോലെ കറന്റ് മാർക്കറ്റ് വാല്യൂ വരുന്നത് 100 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഡിവിഡൻഡ് yield വരുന്നത് 10%. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2000 കോടിയുടെ മുകളിലാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് yield 1% കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ന് ഡിവിഡൻഡ് yield കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പ്രൈസ് ഒക്കെ വരുന്നത് 13th April 2023 അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ഹയസ്റ്റ് ഡിവിഡൻഡ് yield ഉള്ള കമ്പനി നമ്മൾ ഇന്ന് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം അതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഒരു ഓർഡർ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പം ഏതാണ് ഫസ്റ്റത്തെ കമ്പനി എന്ന് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഒരു ഡയഗ്നോസ്റ്റിക് കമ്പനിയാണ്. അപ്പം സയന്റിസ്റ്റ് ടേൺ ഓണ്ടർപ്രണർ ആയ AK വേലുമാണിയാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നിലവിൽ നോക്കുവാണെങ്കിൽ 2000-ലധികം നഗരങ്ങളിൽ പ്രസൻസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ IT എനേബിൾഡ് ആയിട്ടുള്ള ഫസ്റ്റ് ലാബാണ്. നമ്മൾ തൈറോകെയർ ടെക്നോളജി ലിമിറ്റഡിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ കമ്പനി പെർ ഷെയറിന് 18 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത് 20th April 2023 അതായത് 19 ഏപ്രിലിന് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഷെയർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഡിവിഡൻഡ് yield വരുന്നത് 3.73% ആണ്. ബേസിക്കലി തൈറോകെയർ ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് കമ്പനിയാണ്. അപ്പോൾ ഇവരൊരു മിതമായ നിരക്കിൽ ഡയഗ്നോസ്റ്റിക് സർവീസുകളൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രത്യേകത എടുത്ത് പറയുകയാണെങ്കിൽ മുംബൈയിൽ അവർക്ക് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് ലബോറട്ടറി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ഇന്ത്യയിൽ എല്ലാ മേജർ മെട്രോ സിറ്റികളിലും ഇവർക്ക് റീജിയണൽ പ്രോസസ്സിംഗ് ലബോറട്ടറീസും ഉണ്ട്. അപ്പോൾ മുംബൈയിൽ സെൻട്രൽ പ്രോസസ്സിംഗ് ലാബ് കൂടാതെ കമ്പനിക്ക് 3 സോണൽ പ്രോസസ്സിംഗ് ലാബുകളുണ്ട്. അതുപോലെ 20-ലധികം റീജിയണൽ പ്രോസസ്സിംഗ് ലാബുകളും ഉണ്ട്. അതുപോലെ 4 കോവിഡ് ലാബുകളും ഇന്ത്യയിൽ ഇവർക്കുണ്ട്. സോ ഇത്രയും വലിയ സ്ട്രോങ് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ എല്ലാ 200 കിലോമീറ്റർ ചുറ്റളവിലും ഇവരിപ്പം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് കമ്പനിയുടെ ബിസിനസ് 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പാത്തോളജി ബിസിനസ് ആണ്, രണ്ടാമത്തെ റേഡിയോളജി ബിസിനസ് ആണ്. എല്ലാ ഇമേജിംഗ് ടെസ്റ്റ് ലൈക്ക് ഇപ്പോൾ എക്സ്റേ, CT സ്കാൻ, അൾട്രാസൗണ്ട്, MRI ഒക്കെ റേഡിയോളജിയുടെ കീഴിൽ വരും. ഇനി പാത്തോളജി ടെസ്റ്റിൽ വരുന്നതാണ് പേഷ്യൻസിന്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന സാമ്പിളിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CBC അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് റിപ്പോർട്ട്, അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, കൊളസ്ട്രോൾ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇത്. ഇനി നമുക്ക് ഇനി സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ 5 വർഷങ്ങളിൽ -21.87% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും മേജർ കറക്ഷൻ വന്നേക്കുന്നത് ജൂൺ 2021 ശേഷമാണ്. അതിനുശേഷം കമ്പനി ഏകദേശം ഒരു 65% താഴേക്ക് പോയിട്ടുണ്ട് പീക്ക് ലെവലിൽ നിന്ന്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 43.83% ഡൗൺ പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം കമ്പനിയുടെ സ്റ്റോക്ക് കുറച്ചൊന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ മോശം പെർഫോമൻസ് കാരണമാണ് 2022 ഈ ഒരു ചലഞ്ചിങ് ഇയർ ആയത്. ഇവിടെ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. 2022 നോക്കുമ്പോൾ COVID-19 ടെസ്റ്റ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ കോവിഡ് ടെസ്റ്റിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമൊക്കെ ഡയഗ്നോസ്റ്റിക് ഫേമിന് കുറഞ്ഞു. അപ്പോൾ പ്രീ പാൻഡമിക് ലെവലിന് വെച്ച് നോക്കുമ്പോൾ ഡയഗ്നോസ്റ്റിക് ഫേമിന്റെ റവന്യൂ ഗ്രോത്ത് ഒന്നും ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ആംബിറ്റ് ക്യാപിറ്റലിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ പാൻഡമിക് വരുന്നതിന് മുമ്പ് ഡയഗ്നോസ്റ്റിക് ഫേമൊക്കെ ഒരു ഏകദേശം ഒരു 14 മുതൽ 16% വളരുന്നുണ്ടായിരുന്നു. ഒരു 8 മുതൽ 10% വരും ഈ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പുതിയ പ്ലേയേഴ്സ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി, ലൈക്ക് ഇപ്പം ടാറ്റ 1mg ഒക്കെ. അപ്പം ഇത് കാരണം പ്രൈസിംഗ് പ്രഷറൊക്കെ കമ്പനികളിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ ഇന്ത്യയിലെ ഡയഗ്നോസ്റ്റിക് പെനിട്രേഷൻ ഒക്കെ ഇപ്പോഴും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയഗ്നോസ്റ്റിക് ഫേമിലുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതൽ തന്നെയാണ്.
അപ്പോൾ ഇവിടെ തൈറോകെയർ ടെക്നോളജി ലിമിറ്റഡ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം അവർ ഫാർമസിയുടെ മേജോറിറ്റി സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പ്രൊമോട്ടേഴ്സ് അവരുടെ 100% ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം കമ്പനിയുടെ ഷെയർസ് നല്ല രീതിയിൽ ഇടിഞ്ഞാൽ, അതായത് കഴിഞ്ഞ 1.5 വർഷത്തിൽ കണ്ട പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ വന്നാൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ലോൺ റീപേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈട് കുറയുമ്പോൾ കൂടുതൽ അസറ്റ് അവർ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം പ്രൊമോട്ടേഴ്സിന് നമ്മൾ ഈ പറഞ്ഞ 2 കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലെൻഡേഴ്സ് കമ്പനിയുടെ ഷെയർസ് വിൽക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും ഇടിയും. ഇനി നമുക്ക് കമ്പനിനെ അവർ 2 ക്ലോസ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഡോക്ടർ ലാൽ പത്ലാസും മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ ബാക്കി 2 കമ്പനികളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തൈറോകെയർ ടെക്നോളജി ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് ബാക്കി 2 കമ്പനിയേക്കാളും കുറവാണ്. ഇനി വാല്യൂഷനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തൈറോകെയറിന്റെ വാല്യൂ റിലേറ്റീവ്ലി കുറവാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കമ്പനി അവരെ തന്നെ അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഗ്രോത്ത് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിന്റെ ടേംസിൽ ഡോക്ടർ ലാൽ പത്ലാബ്സ് ആണ് ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി ഒരു ഫാർമ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ഇൻസുലിൻ പോർട്ട്ഫോളിയോയിൽ ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിൽ 3ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇൻസുലിൻ നമ്മൾ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാണ് ലാൻഡസ്. 2021 7,30,000 ഡയബറ്റിക് പേഷ്യൻസിന് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മെഡിസിൻ ബോക്സിൽ സോഫ്രാമൈസിൻ സ്കിൻ ക്രീം ഉണ്ടോ, അല്ലെങ്കിൽ കോംബിഫ്ലെയിം അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കമ്പനിയുടെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കാം. സോ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഏതാണ് കമ്പനി എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സനോഫി ഇന്ത്യ ലിമിറ്റഡിനെ പറ്റിയാണ്. അപ്പോൾ കമ്പനി ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നത് പെർ ഷെയർ 194 rupees ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിവിഡൻഡ് 183 rupees പെർ ഷെയർ ആണ്. അപ്പോൾ ഇവരുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്നത് 28 April 2023 ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 27 April അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫൈനൽ അതുപോലെ തന്നെ സ്പെഷ്യൽ ഡിവിഡൻഡിന്റെ കോമ്പിനേഷൻ കാരണം ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് അപ് ടു 6.35% ആണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് തൃപ്തികരമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നെഗറ്റീവ് 18.5% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ മാസം ചെറിയൊരു അപ് ട്രെൻഡ് വന്നിട്ടുണ്ട് 3.25% റിട്ടേൺസ്. പക്ഷേ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കമ്പനി 17.10% റിട്ടേൺസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പനിയുടെ റിട്ടേൺസ് കയറിയത് ഓഗസ്റ്റ് 2021 ശേഷം ഉണ്ടായ 32.51% കറക്ഷൻ ആണ്. മോശം ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഒരു കാരണമാണ് കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇടിയാൻ. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ജൂൺ 2021 സെയിൽസ് അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഒരു പീക്ക് ലെവലിൽ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കമ്പനിയുടെ സെയിൽസിന് ഒരു ഡൗൺ ട്രെൻഡ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഡിസംബർ 2022 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 167 കോടിയാണ്. അത് ജൂൺ 2021 വളരെ കുറവാണ്. ജൂൺ 2021 247 കോടിയാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ പീക്ക് ലെവലിൽ നിന്ന് 31% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഡെവലപ്ഡ് മാർക്കറ്റ്സിലെ കൂടുന്ന പലിശ നിരക്കുകൾ 2021 ജൂണിൽ സനോഫി ഇന്ത്യയിലെ ഓഹരികൾ കുറയ്ക്കാൻ തുടങ്ങിയ FISന്റെ സെയിലിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 2021 അവസാന ക്വാർട്ടറിൽ FIS ഷെയർ 11.5% ആയിരുന്നു. അത് ഡിസംബർ 2022 അവസാനമായപ്പോൾ അത് 6.99% കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാം. മൾട്ടിനാഷണൽ ഫാർമ കമ്പനിയായ സനോഫിയുടെ സബ്സിഡറിയാണ് സനോഫി ഇന്ത്യ. അപ്പോൾ ഇൻസുലിൻ, വാക്സിൻസ്, ക്യാൻസർ ഡ്രഗ്സ്, ആന്റിബയോട്ടിക്സ് ഇതുപോലെ പ്രധാന മരുന്നുകൾ ഉണ്ടാക്കുന്ന പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണിത്. പ്രധാനമായിട്ട് മരുന്നുകളിൽ നിന്ന് വാക്സിനിൽ നിന്നുമാണ് ഇവരുടെ വരുമാനം വരുന്നത്. 65-ലധികം വർഷത്തെ കാലയളവിൽ ഇന്ത്യയിലെ രോഗികൾക്ക് അഫോർഡബിൾ അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് മരുന്നുകൾ എത്തിക്കുന്നതിൽ സനോഫി ഇന്ത്യ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഡയബറ്റിക്സ്, കാർഡിയോളജി, ത്രോംബോസിസ്, അലർജി, ഇൻഫെക്ഷൻ എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് കമ്പനിക്ക് ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സനോഫി ഇപ്പോൾ ലാൻഡസ്, അലേഗ്ര, കോംബിഫ്ലം എന്നീ 3 ബ്രാൻഡുകൾ ഇന്ത്യയിലെ ടോപ്പ് 100 മരുന്നുകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ മരുന്നുകളുടെ മെയിൻ സെഗ്മെന്റ്സ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്റർനാഷണൽ ഡയബറ്റിക്സ് ഫെഡറേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ 75 ലക്ഷത്തിലധികം അഡൾട്ട്സിന് ഡയബറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ പോർട്ട്ഫോളിയോയുടെ എക്സ്പാൻഷനൊപ്പം സനോഫി ഇന്ത്യ ഡയബറ്റിക്സ് മരുന്ന് വിപണിയിലും ഒരു മെയിൻ പ്ലെയർ ആണ്. ഇന്ത്യയിൽ കാർഡിയോളജിസ്റ്റ്, ഡയബറ്റോളജിസ്റ്റ് അതുപോലെ കൺസൾട്ടിംഗ് ഫിസിഷ്യൻസ് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കമ്പനിയാണ് കാർഡേസ് ബ്രാൻഡ് എന്നുള്ളത്. അപ്പോൾ സനോഫി എപ്പിലെപ്സിയുടെ ചികിത്സയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രിസി പോലെയുള്ള വലിയ ബ്രാൻഡുകൾ ഉൾപ്പെട്ട ന്യൂ ജനറേഷൻ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ ഒരു നിര തന്നെ കമ്പനികൾക്കുണ്ട്. അലർജികളുടെയും ഇൻഫെക്ഷന്റെയും ഒക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കമ്പനിയുടെ പ്രധാന ബ്രാൻഡുകളാണ് അലേഗ്രയും അവിലോക്ക്. ഇന്ന് 14% മാർക്കറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ 5 വർഷത്തിൽ 4.37% എന്ന CAGR വളർന്നിട്ടുണ്ട്. അതേ കാലയളവിൽ കമ്പനിയുടെ പ്രോഫിറ്റ് CAGR 30.46% ആയിട്ട് വളർന്നിട്ടുണ്ട്.
എന്നാൽ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വർഷത്തെ വളർച്ചയാണ് ഇതിന് കാരണമാക്കുന്നത്. ഇപ്പം പെട്ടെന്ന് എന്താണ് ഉണ്ടായത്? ശരിക്കും 2021 ഫൈനാൻഷ്യൽ റിസൾട്ട് കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ഫൈനാൻഷ്യൽ റിസൾട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം കമ്പനിയുടെ ചില പ്രൊഡക്ട്സിന്റെയും ആംഗുലേഷർ പ്ലാന്റെയും കുറഞ്ഞ വിപണിയിൽ നിന്നുണ്ടായ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ മൂലം 2021 പ്രോഫിറ്റ് കുത്തനെ വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സനോഫി ഇന്ത്യയുടെ ചില മെയിൻ പ്ലേയേഴ്സുമായിട്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഫൈസർ ലിമിറ്റഡ്, ഗ്ലാക്സോ സ്മിത്ത് കലൈൻ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ വാല്യുവേഷൻ ടേംസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സനോഫി ഇന്ത്യ 25.99 പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഫൈസർ 32.14 പിയിലും അത് GSK 48 പിയിലുമാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. അപ്പം GSKക്ക് 81.33% എന്ന ലീഡിംഗ് ROE ആണ് ഉള്ളത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 3 കമ്പനികൾ മാത്രമേ സിംഗിൾ ഗ്രോത്ത് ഡിജിറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ 3 കമ്പനികൾ മാത്രമേ കഴിഞ്ഞ വർഷം നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തത്. സോ ഇതാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്സിന് വരാനിരിക്കുന്ന ഡിവിഡൻഡ് yield 1% കൂടുതലായിട്ടുള്ള 2 കമ്പനികൾ. അപ്പം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഹൈ ഡിവിഡൻഡ് തരുന്ന കമ്പനികളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ്സിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിലാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം മാർക്കറ്റ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്രോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.